ഹലോ, ഇന്നത്തെ റെസിപ്പി മലായി ചിക്കൻ. അതിനായിട്ട് ഒരു 1 kg ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഒരു 15 കാഷ്യൂസ് ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒനിയൻ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു കടായിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 പീസ് ഗ്രാമ്പൂ, ഒരു 3 പീസ് ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ഗ്ലാസ് തൈര് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കുക. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. ആവശ്യത്തിന് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മലായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.